വിശിഷ്ട അതിഥികളെ ആദരിക്കാൻ നമ്മുടെ പ്രോഗ്രാമിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് വിശിഷ്ട അതിഥികളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വേദിയിലുണ്ട്. ഇതിൽ പറഞ്ഞ ആളുകളിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഓരോരുത്തരെയായിട്ട് വിളിക്കുകയാണ്. അവർ ഓരോരുത്തരായി നിങ്ങളോട് നമ്മുടെ ആശംസ പ്രസംഗം നടത്തും. അതിന് ഞാൻ ആദ്യമായി വിശ്വനാഥൻ നായർ ശിവാലയം ആനക്കര അദ്ദേഹത്തെ ആർദ്രമായി സ്വാഗതം. പള്ളിയുടെ അനുഗ്രഹാശിസ്സുകൾ ചൊരിയുന്ന ഈ അന്തരീക്ഷത്തിൽ വളരെ വികാരത്വരവും ധർമ്മബോധത്തിൻ്റെ ഔന്നിത്യം കൊണ്ടും സാംസ്കാരികമായ ഉത്കർഷത്തിൻ്റെ മഹത്വം കൊണ്ടും ശ്രദ്ധേയവും പവിത്രവുമായ ഈ സദസ്സിൽ ശ്രീപാദ തീർത്ഥയാത്രാ സംഘം ക്ഷേത്ര അനുഷ്ഠാന പാഠശാലയും അനുമോദനമുള്ള ഈ ചടങ്ങിൽ അധ്യക്ഷൻ വഹിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മശ്രീ തെക്കിനിയെടുത്ത് കൃഷ്ണനമ്പൂരിപ്പാട്, അതോടൊപ്പം തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സ്നേഹനിധികളായ സുഹൃത്തുക്കളും സഹോദരന്മാരെ സഹോദരികളെ, വളരെ സുദീർഘമായ ഒരു ആശംസാ പ്രസംഗത്തിൽ ഞാൻ ഇതിനുമുമ്പ് പ്രസംഗിച്ച രാജഗോപാൽജി വളരെ വിശദമായ ഒരു പ്രസംഗത്തിനെ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ അതിൽ ചില വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കുകയാണ്. കേരളത്തിലെ തത്വചിന്തന്മാരിൽ അഗ്രഗണ്യനും അദ്വിതീയനുമായ പ്രൊഫസർ എം.എൻ. വിജയൻ മാഷുടെ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ വരികളിൽ കൂടി തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് വളരെ സമഗ്രവും യുക്തിഭദ്രവും സാധാരണക്കാർക്ക് ഗ്രഹിക്കാൻ പ്രാപ്യമായ വാചകങ്ങളായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ. ഇത് വളരെ പ്രസക്തമായ ഈ രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പ്രസംഗത്തിൻ്റെ പരിചരണത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചില്ലുകയാണ്. ഒരു തീർത്ഥാടനത്തിൽ എന്താണ് മുഖ്യം എന്ന ചോദ്യം, ഒരു ജീവിതത്തിൽ എന്താണ് മുഖ്യം എന്ന ചോദ്യം അത് തിരിച്ചു വരികയും തീർത്ഥാടനത്തിൽ യാത്രയാണ് മുഖ്യമെന്നും ജീവിതത്തിൽ ജീവിതമാണ് ലക്ഷ്യമെന്നും ഉള്ള ഉത്തരത്തിലേക്ക് തിരിച്ചു വരാതിരിക്കുകയാണ്. പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യത്തിന് പോകുന്നു എന്നതാണ് നമ്മുടെ ഉത്തരം. അതുകൊണ്ട് നാം അതിനെ മാർഗമെന്നും വഴിയെന്നും പറയുകയും വഴി തന്നെ ഒരു ലക്ഷ്യമായും പ്രവൃത്തി തന്നെ ജീവിതമായിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ജീവിതം യഥാർത്ഥത്തിൽ സുഖപൂർണമാകുന്നു എന്ന് വാർദ്ധക്യത്തിൽ നാം മനസ്സിലാകുന്നത്. ലക്ഷ്യത്തിനു വേണ്ടിയുള്ള ഒരു യാത്രയുടെ അവസാനത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു, ലക്ഷ്യം അപ്രധാനമാണ് എന്ന അർത്ഥത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സുഖം ഈ യാത്ര ഒരു പ്രവൃത്തിയായിത്തീരും. ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ ആകത്തുക, ഒരു മനുഷ്യൻ്റെ അനുഭവത്തിൻ്റെ ആകത്തുക ആണ് വാസ്തവത്തിൽ ആ മനുഷ്യൻ എന്ന് നാം ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകാറുണ്ട്. എവിടേക്ക് പോകുന്നു എന്ന ചോദ്യത്തിന് എവിടേക്കും പോകുന്നില്ല എന്ന ഉത്തരം ആരും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഒരു അവധൂതനോട് എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കുമ്പോൾ അയാൾ ഭ്രാന്തനാണ് എന്ന് നാം സങ്കല്പിക്കുന്നു. ഇങ്ങനെ യാത്രയുടെ ലക്ഷ്യത്തെയും തിരിച്ചറിയാത്ത ഒരവസ്ഥ ജീവിതമെന്നത് ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളാണെന്നും അനുഭവങ്ങളാണെന്നും ഇതിൻ്റെ രണ്ടിൻ്റെയും ആകത്തുകയാണ് എന്നും മനസ്സിലാകുമ്പോഴാണ് വാസ്തവത്തിൽ ജീവിതം സുഖപൂർണ്ണമാകുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായും ഇവിടെ ഉന്നയിക്കുന്ന ഒരു ചോദ്യം സ്വന്തം സുഖവും അന്യൻ്റെ സുഖവും എന്ന സങ്കല്പത്തിൽ ഞാനെന്നും ഞാൻ അല്ലാത്ത മറ്റൊന്നും ഉള്ള സങ്കല്പങ്ങൾ ഉണ്ട് എന്നും ഇത് പല പേരുകളിലും പറയുന്നു. ഇത് ഞാൻ എന്ന ബോധം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഞാൻ അല്ലാത്ത മറ്റനേകം ആളുകളുണ്ട് എന്ന ബോധം കൂടെ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഒരു സന്യാസിയും ഞാനെന്ന് പറയാറില്ല, നാം എന്നേ പറയാറുള്ളൂ. ഞാൻ എന്ന പദത്തിൽ നിന്നും നാം എന്ന പദത്തിലേക്കുള്ള ദൂരം
വാസ്തവത്തിൽ ജീവാത്മാവിൽ നിന്നും പരമാത്മാവിലേക്കുള്ള ദൂരം വ്യക്തിയിൽ നിന്നും സമൂഹത്തിലേക്കുള്ള ദൂരമാണെന്ന് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഉദാഹരണമായി, അനുരാഗചിന്തയിൽ ശുദ്ധനായി തീർന്ന ഒരു യുവാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ലോക നന്മയ്ക്കായി ക്ഷേമത്തിനായി താല്പര്യപ്പെടുകയും ചെയ്യുമ്പോൾ അവൻ ലോകത്തിൽ പരക്കുന്നു. ഒരു നദി അതിന് ജലം പരന്ന് വൃക്ഷത്തിന് ജീവനായിത്തീരുന്നത് പോലെ ലോക നന്മയ്ക്ക് ഒരു ജീവിതം പരന്ന് ലോകത്തിൻ്റെ ജീവനമാർഗമായി തീർന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. വെള്ളം ഇല്ലാതിരിക്കുമ്പോൾ സസ്യത്തിൽ പ്രവേശിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ കർമ്മം മറ്റുള്ളവരിൽ ജീവിക്കുന്നു എന്നാണ് അതിനർത്ഥം. നിങ്ങൾ കൊടുക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് അതിനർത്ഥം. മോക്ഷം എന്നത് വ്യക്തിപരമോ അതോ സമൂഹത്തിൻ്റെയാണോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാവുന്നു. മോക്ഷം ഹിമാലയത്തിലാണോ, ഹരിദ്വാറിലാണോ, ഋഷികേശിലാണോ, അതോ ക്ഷേത്രത്തിലാണോ, അതോ ധ്യാനത്തിലാണോ എന്ന ചോദ്യം ഒരു വശത്തും സമൂഹത്തിലാണ് എന്ന ചോദ്യം മറുവശത്തും ഉന്നയിക്കപ്പെടും. മോക്ഷം എന്ന പദത്തിൻ്റെ അർത്ഥം സത്യധാരാവലി വളരെ ലളിതമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മോഹത്തെ ക്ഷയിപ്പിക്കുന്നതാണ് മോക്ഷം എന്നാണ്. സമൂഹമാണ് വാസ്തവത്തിൽ ബ്രഹ്മം എന്ന ബോധം, നിങ്ങൾ മറ്റുള്ളവരാണ് എന്ന ബോധം മോക്ഷസങ്കല്പത്തിൻ്റെ അടിസ്ഥാന ശില ഒരു ഭാരതീയ സംസ്കാരത്തിൽ അന്തർലീനമാണ് എന്ന് തോന്നുന്നു. നമ്മൾ ഒരു കുടുംബത്തിലെ അംഗമല്ലാതിരിക്കുമ്പോൾ, ഒരു ഗ്രാമത്തിലെ അംഗമല്ലാതിരിക്കുമ്പോൾ ഏകാന്തത അവന് വ്യക്തിത്വം എന്ന സങ്കല്പങ്ങൾ ഉടലെടുക്കുകയും എന്ന് സാധാരണ പറയാറുണ്ട്. പരിഭ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ കുറിച്ച് ഓർക്കും, ഏകാഗിയായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഓർക്കും, ആൾക്കൂട്ടത്തിൽ നിങ്ങളെ മറന്നുപോകും. പക്ഷേ നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും നിങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും ആപത്തുകളെക്കുറിച്ചും ഓർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയിലേക്ക് പിന്മടക്കം ഉണ്ടായിത്തീരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ സ്വാർത്ഥം എന്ന സങ്കല്പത്തിൽ നമ്മൾ എത്തിച്ചേർന്നത്. ഒരുപക്ഷെ അതിനൊരു ഫലം നാം ചെയ്യുന്നതിനെക്കുറിച്ച് അഭിമാനമുണ്ടായിരിക്കുകയും നമുക്ക് അഹങ്കാരം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഈ അഹങ്കാരത്തിൻ്റെ നാശമാണ് വാസ്തവത്തിൽ മോക്ഷം എന്ന പദം കൊണ്ട് ഉദ്ഘോഷിക്കുന്നത്. വാസ്തവത്തിൽ അഹങ്കാരം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും വേർപെട്ടു പോകുന്ന, എലിമിനേറ്റ് പോകുന്ന ഒരാൾ തൻ്റെ അതിർത്തി ശരീരത്തിൽ അവസാനിക്കുന്നുവെന്നും തൻ്റെ ബുദ്ധി തലച്ചോറിൽ അവസാനിക്കുന്നുവെന്നും തൻ്റെ ഭക്ഷണം തൻ്റെ ശരീരത്തിന് ഊർജ്ജം നൽകുന്നു ഒന്നാണ് എന്ന് സൃഷ്ടിചിന്തയിൽ ചുരുങ്ങി വരുമ്പോഴാണ്. ഇങ്ങനെ ഒരു ചിന്ത ഒരു കൂട്ടായ ജീവിതത്തിലില്ല, കുലമായി ജീവിക്കുമ്പോഴില്ല, ഒരു കുടുംബ ജീവിതത്തിലില്ല. ഒരു അധ്യാപകനായിത്തീരുന്നത് വിദ്യാർത്ഥികളിൽ ഉണ്ടാവുന്നതുകൊണ്ടാണ്. ഒരു പ്രാസംഗികനായിത്തീരുന്നത് കേൾവിക്കാരുണ്ടായിരുന്നതുകൊണ്ടാണ്. ഒരു ചിത്രകാരനായിത്തീരുന്നത് ആ ചിത്രങ്ങൾ കാണുന്നതിന് ആളുകളുണ്ടായിത്തീരുമ്പോഴാണ്. ഒരു പക്ഷേ മനുഷ്യന് സൗന്ദര്യമുണ്ടാകുന്നത് സൗന്ദര്യം കണ്ട് ആസ്വദിക്കുവാൻ ആൾക്കാരുണ്ടാകുമ്പോഴാണ് എന്ന് കാളിദാസൻ കുമാരസംഭവത്തിൽ കണ്ടു. അതുകൊണ്ട് നിങ്ങളുടെ സുഖം ദൈവത്തികളാണ്. നിങ്ങളുടെ സുഖം അവരുടെ സുഖത്തെ ആശ്രയിക്കുന്നുവെന്നും അവരുടെ സുഖത്തിൻ്റെ ഒരു സെഗ്മെൻ്റാണ് നിങ്ങളുടെ സുഖം എന്നുള്ള ബോധം, സുഖം ഒരു സമഗ്രതയാണ് എന്നുള്ള ബോധം വാസ്തവത്തിൽ ബഹുജന സുഖത്തിന് ആവശ്യമായ ഘടകമാണ് എന്ന് ബഹുജന ഹിതായ ബഹുജന സുഖായ എന്ന തത്വം നാം പറഞ്ഞു. നിങ്ങളായിരിക്കുന്നത് മറ്റുള്ളവരിൽ കൂടിയാണ് എന്ന സാർവജനീയമായ തത്വം നാം ഓർമ്മിക്കാൻ അത് അനുഗ്രഹിക്കുകയാണ്. ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ തീർത്ഥാടന സംഘത്തിൻ്റെ ഈ സദസ്സ്. ഗോപാലകൃഷ്ണജി ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉദ്യമം ഒരു അവലോകനത്തിൽ വിധേയമാക്കുകയാണ്. ഇദ്ദേഹം ക്ഷേത്രങ്ങൾ തീർത്ഥാടനത്തിനുള്ളിൽ മാത്രമല്ല സമൂഹത്തിലേക്ക് ഇറങ്ങി അവരുടെ സുഖത്തിനും ദുഃഖത്തിനും ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ നമ്മൾ മഹാനം തന്നെയാണ് വിളിക്കുന്നത്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പാർക്കനായതിൻ്റെ തുടർവകാരമാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സദസ്സിൻ്റെ പേരിലും ഈ ഇരിക്കുന്ന ബഹുമാന്യമായ അധ്യക്ഷൻ ആദ്യത്തെ ആൾക്കാർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കാലത്ത് ഞാൻ നമസ്കരിക്കുകയാണ്.
കാരണം ഇത്രയും മഹത്തായ ഒരു സംരംഭം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും നമ്മളെ ഇന്നും ദൈവതുല്യമായി ആചരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ പോലും അവര് ഗുഹകളിലെല്ലാം ഹിമാലയ സാനുക്കളിലെല്ലാം സമൂഹത്തിൽ തന്നെ ഇറങ്ങിച്ചെന്ന് ഒരു സമൂഹ പരിഷ്കർത്താവായി മാറിയിരിക്കുകയാണ്. ഈ ദൗത്യമാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇനിയും വളരെ കാലം ഈ രാജ്യത്തിന്, സമൂഹത്തിന്, ഈ ബ്രഹ്മത്തിന് ഉദ്ദേശമായ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് ആയുസ് ഉണ്ടാവുകയും ഞാൻ ആശംസിക്കുന്നു. അടുത്തത് മറവഞ്ചേരി മനക്കിൽ നിന്ന് ശ്രീ കൃഷ്ണകുമാർ തിരുമേനെ ആദരിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ഇവിടെ ഈ ശ്രീപാദം ട്രാവൽസ് പരിപാടി എന്നെ ക്ഷണിച്ചപ്പോൾ വേറെ പല തിരക്കുകളുണ്ടായിരുന്നു. എന്നാലും ഇവിടെ ഒരു 2 വാക്ക് പറയണമെന്ന് ഗോപാലകൃഷ്ണൻ നിർബന്ധിച്ചപ്പോൾ ഇവിടെ വരണമെന്ന് തീരുമാനിക്കാനുണ്ടായത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ആൾക്കാരും ഇവിടെ ഇരിക്കണ എല്ലാ ആൾക്കാരും എന്താണ് സുഖത്തിനാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, അല്ലേ? എന്താണ് ഈ സുഖം? എല്ലാവർക്കും വേണ്ടത്, സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടത് സുഖമാണ്. അപ്പോൾ നമ്മളൊരു ഉറുമ്പ് പോകുമ്പോൾ ഒരു ശർക്കരയുടെ ഒരു തുണ്ട ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ സന്തോഷം, അത് കടിച്ചു വലിച്ചു കൊണ്ടുപോകും. എല്ലാ ആൾക്കാർക്കും വേണ്ട സുഖമാണ്. അപ്പോൾ ഏതാണ് ഈ സുഖം? എന്താണ് സുഖം? സുഖം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ആനന്ദം, സുഖം എന്നൊക്കെ പറയണത് നമ്മൾ പലതിൻ്റെ പിന്നാലെ പോടുകയാണ്. അവിടെ ഒന്നും സുഖമില്ല. സുഖം, പരമമായിട്ടുള്ള ആനന്ദം ഈശ്വരനിൽ എത്തുമ്പോഴാണ്. ഈശ്വരനാണ് നമ്മുടെ യഥാർത്ഥ ഗുരുവും അച്ഛനും അമ്മയും എല്ലാം, ആത്മാർത്ഥ സുഹൃത്തും ഒക്കെ ഈശ്വരനാണ്. ആ തത്വത്തിലേക്ക് നമ്മൾ എത്തണം. അത് എത്തണില്ല. അത് എത്തുമ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടികളെ കാണുമ്പോൾ നമ്മളൊരു കടൽ കാണാൻ വീടിൻ്റെ 4 ചുമരുകൾക്ക് ഉള്ളിലിരിക്കുന്ന ഒരു കുട്ടിയെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഓട്ടോറിക്ഷ കയറി ഒന്ന് സിനിമ കണ്ടു വന്നു പറയുമ്പോൾ അവർക്ക് സന്തോഷമായി. അതേമാതിരി നമുക്ക് തന്നെ ഒന്ന് പുറത്തിറങ്ങിപ്പോയി ഒന്ന് ചുറ്റിക്കറങ്ങി വന്നു കഴിഞ്ഞാൽ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു ഇതൊക്കെ മാറും. അപ്പോൾ എന്താണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത്? എല്ലാ ജീവജാലങ്ങൾക്കും ഈശ്വരൻ തന്നിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടൊരു അവസ്ഥാവിശേഷമാണ് ഈ ആനന്ദം അല്ലെങ്കിൽ സുഖം. ഈ ആനന്ദത്തിന് നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങളൊക്കെ അപകടമാണ്. ഇപ്പോൾ കള്ള് കുടിക്കുന്ന ആൾക്കാർക്ക് അത് വൈകുന്നേരമായി അത് കിട്ടണം, അയാൾ അതിലാണ് ആനന്ദം കണ്ടെത്തുന്നത്. വേറെ ചിലർക്ക് വേറെ പലതും. അപ്പോൾ ഈ ആനന്ദം എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ആനന്ദം കണ്ടുപിടിക്കുമ്പോഴാണ്, അതിലെത്തിച്ചേരുമ്പോൾ പരമമായുള്ള ആനന്ദം ഈശ്വരീയത്തിലാണ്. അതാണ് ഈ തീർത്ഥയാത്രയ്ക്കുള്ള ഗുണം. ഇപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം, നമ്മുടെ കാരണവന്മാരൊക്കെ കാശിക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ട് പോയാൽ പിന്നെ അങ്ങോട്ട് വരില്ല. കാശിക്ക് പോയി പോയി എന്നേ പറയും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ലോകത്തിൻ്റെ ഏത് മൂലയിലും നമുക്ക് എത്തിപ്പെടാനുള്ള സൗകര്യങ്ങളുണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഈ കേരളത്തിൽ തന്നെ നമ്മൾ കാണാത്തതായിട്ടുള്ള എത്രയോ പരമമായിട്ടുള്ള പുണ്യമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ഇല്ലേ? അതേമാതിരി തന്നെ ഇന്ത്യയിലുണ്ട്, ലോകത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള അറിവ് ഏതാണ്? നമുക്ക് ഈ ഒരു ആനന്ദം ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ചരിത്രങ്ങൾ, അവിടെ പൂർവികന്മാർ, നമ്മുടെ പ്രപിതാപിഹന്മാർ, പഴയ ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയുള്ള ക്ഷേത്രങ്ങൾ. തമിഴ്നാട്ടിലൊക്കെ ഓരോ ക്ഷേത്രങ്ങളിൽ പോയാൽ ഒരു 12 അടി വളരെ ഉയരത്തിലുള്ള വലിയ സ്തൂപങ്ങളൊക്കെ കാണാം. എങ്ങനെയാണ് അവർ ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഇത് കയറ്റി വെച്ച കല്ല് എന്നൊക്കെ നമുക്ക് അത്ഭുതം. അപ്പോൾ നമ്മുടെ പൂർവ്വ പ്രപിതാമഹന്മാർ കാട്ടിയിട്ടുള്ള അത്ഭുതങ്ങൾ, അവരൊക്കെ ദൈവികമായിട്ടുള്ള ശക്തിയുള്ള ആൾക്കാരായിരുന്നു. നമ്മൾ ആ ദൈവികമായിട്ടുള്ള ശക്തിയെ കൈവിട്ടു, അല്ലെങ്കിൽ കൈവിടുന്നു. എന്നിട്ട് വേണ്ടാത്ത പല കാര്യങ്ങളിലും ആനന്ദം കണ്ടെത്തുന്നു. അപ്പോൾ ഗോപാലകൃഷ്ണൻ പി ശ്രീപാദം ട്രാവൽസിന് ഇവിടെ 10-12 കൊല്ലമായിട്ട് അദ്ദേഹം ചെയ്യണ കാര്യങ്ങൾ എന്താണ്? നമുക്കൊക്കെ ആനന്ദം തരികയാണ്. നമ്മുടെ വീടിൻ്റെ 4 ചുമരുകളിൽ നിന്ന് നമ്മൾ വിട്ട് ഈ ലോകത്തിനെ കാണുകയാണ്. ഈ ലോകത്തെ കാണുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ലോകമുണ്ടോ. അപ്പോൾ നമ്മുടെ മനസ്സ് അലിയും. നമ്മുടെ മനസ്സ് അലിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുക. അങ്ങനെ ഭഗവാനെ, ഈശ്വരനെ കാണാൻ, ഈശ്വരൻ്റെ പാദങ്ങളിലേക്ക് എത്താൻ ഈ നാട്ടിലെ ഒരുപാട് ഭക്തജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ള ആ ഗോപാലകൃഷ്ണൻ്റെ ശ്രമങ്ങൾ
വളരെയധികം ശ്ലാഘനീയമാണ്. നമുക്കൊക്കെ അത് ബഹുമാനിക്കേണ്ട വയ്യ. അദ്ദേഹം 12 കൊല്ലമായിട്ട് ഒരുപാട് ആൾക്കാരുടെ ആ സ്വപ്ന സാഫല്യം വരുത്തി തീർത്തുള്ള ആളാണ്. നമുക്കൊന്നും പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ വീടിൻ്റെ ചുമരുകളിൽ നിന്ന് വിട്ട് ഈ ലോകം എന്താണെന്ന് കാണിച്ചു തരികയാണ്. ഇപ്പം തിരുപ്പതി പോയി, അല്ലെങ്കിൽ മൂകാംബി പോയി, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി, ഇവിടെയുള്ള കേരളത്തിലെ കുറേ ക്ഷേത്രങ്ങളിൽ പോയി വരുമ്പോൾ നമ്മളെന്താ കാണുന്നത്? ഈശ്വരൻ, പ്രപഞ്ചമാണ് കാണുന്നത്. ഈശ്വരനെ അവിടെ മൂർത്തിയായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഈ ലോകത്തിനെ മുഴുവൻ കാണുന്നു. ലോകത്തിലെ ഓരോ ആൾക്കാരും എങ്ങനെ ജീവിക്കണമെന്ന് കാണുന്നു. അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും നമ്മുടെ ജീവിതം അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഈ ലോകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെയാണല്ലേ ലോകം. ഇതാണ് ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്ന, നമുക്കൊന്നും നിർവചിക്കാൻ വയ്യാത്ത, നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മഹാശക്തി, ഒരു മഹാ തേജസ്, അല്ലെങ്കിൽ ഒരു എനർജി ഇവിടെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ എനർജിയുടെ നിയന്ത്രണത്തിലാണ് നമ്മളൊക്കെ. അതുകൊണ്ട് നമ്മളിലെ എല്ലാ കാമ, ക്രോധ, ലോഭ, മോഹ, മത മാത്സര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് അകന്ന് പോകുന്നു. ആ അകന്നു പോകുന്തോറും നമ്മൾ ഈശ്വരനിലേക്ക് പ്രാപിച്ചു വരുന്നു. അങ്ങനെ ഈശ്വരനെ പ്രാപിക്കാനുള്ള ഉത്തമമായ ഒരു വഴിയാണ് തീർത്ഥാടനം. അത് പണ്ടുള്ള നമ്മളെ ആൾക്കാർ കണ്ടുപിടിച്ചത് തന്നെയാണ്. പണ്ടുണ്ടായിരുന്നു, ഇന്ന് നമുക്ക് കൂടുതൽ സൗകര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ സൗകര്യങ്ങളെല്ലാം നോക്കണ്ടേ. കുറേ AC-യിൽ പോവുക, അല്ലെങ്കിൽ കുറേ അങ്ങനെയല്ല, കുറച്ച് ബുദ്ധിമുട്ടിയാലും നമ്മൾ പോയിട്ട് ഭഗവാനെ കണ്ടുവരുമ്പോഴാണ് അതിൽ ആനന്ദം ഉണ്ടാവുക. ആ ആനന്ദം അങ്ങനെ എല്ലാവരെയും പ്രസരിപ്പിക്കുന്ന ഈ ഗോപാലകൃഷ്ണന്റെ ഈ പ്രവർത്തനങ്ങൾ ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ. അങ്ങനെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളിലും ആ ഈശ്വര വിശ്വാസവും അതേമാതിരി തന്നെ ആ ആനന്ദവും ഇങ്ങനെ കൂടിക്കൂടി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 4 വാക്ക് ഇവിടെ ഡോക്ടർ പുരുഷോത്തമൻ നായർ കൊളത്തൂര് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കും. നമസ്തേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഈ ഗോപാലകൃഷ്ണനെ കുറച്ച് കാലങ്ങളായിട്ടേക്ക് പരിചയപ്പെട്ടു. പക്ഷേ അത് വളരെ ദീർഘകാലത്തെ പരിചയം പോലെയായി. സാധാരണക്കാരൊക്കെ നല്ല ക്ഷേത്രങ്ങളിലേക്ക്, പല ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ദുഷ്കരമായ കാര്യമാണ്. നമുക്കൊന്നും എവിടെ എത്താൻ കഴിയില്ല. പക്ഷേ നമ്മളെ അവിടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ അവിടെ എത്തിച്ച് ആ തീർത്ഥസ്ഥലങ്ങളിലെ പ്രത്യേകത പറഞ്ഞു തരാം. അത് നമ്മളിലേക്ക് എത്തിക്കുക എന്നത് ദുഷ്കരമായ കർമ്മമാണ്. അതാണ് അദ്ദേഹം കാലങ്ങളായിട്ട് ചെയ്തു വരുന്നത്. 12 കൊല്ലക്കാലമായിട്ട് ഇപ്പോൾ രാമേശ്വരത്തൊക്കെ പോയി അവിടെ ഫലശ്രുതി പറയുന്നത് ദൃഷ്ടുവാ രാമേശ്വര ക്ഷേത്രം കണ്ടാൽ മതി എന്നാണ്. സ്നാത്വാദത്ര മഹോദതു, അത് കുടിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മഹത്യാദി പാപേഭ്യോ മുച്ചതീയ മതനുഗ്രഹാൻ, ബ്രഹ്മഹത്യ മുതലായ പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. അത്തരം മഹത്തായ സിദ്ധസ്ഥലികളിലും പുണ്യക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോകാൻ ഒരാൾ വേണം. സാധാരണക്കാരായ ആളുകൾക്ക് സ്വന്തം ചെല്ലാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്തിലേക്ക് കൂട്ടമായിട്ട് ഒരാളുകളെ കൊണ്ടുപോവുക, അവരെ അത് നിർവഹിച്ച് കൊണ്ടുപോവുക എന്നുള്ള ദുഷ്കരമായ കൃത്യമുള്ള ഒരു പുണ്യകർമ്മം തന്നെയാണ്. അത് ശ്രീ ഗോപാലകൃഷ്ണൻ ചെയ്തത് മഹത്തായ കൃത്യം തന്നെ. അത് മാത്രമല്ല, ആ 12 കൊല്ലമായിട്ട് കൊണ്ടുവന്ന ആളുകളെ ഇന്ന് ഈ വേദിയിലേക്ക് ഒരേപോലെ കൊണ്ടുവരാനും അവരെ മുത്തുമണികളെ പോലെ ഒന്നിച്ച് കൂടിയിരുത്തി അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും മാത്രമല്ല അദ്ദേഹത്തിന് ഈ ഉദ്യമം ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവാൻ ജഗദീശ്വരൻ ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. മാത്രമല്ല ഈ വേദിയിൽ 2 വാക്ക് പറയാൻ ഒരവസരം തന്നതിൽ അദ്ദേഹത്തിനോട് പ്രത്യേക കൃതജ്ഞത പ്രകാശിപ്പിച്ചു. അടുത്തതായി നമ്മൾ ആദരിക്കുന്നത് വാസു വെളിച്ചപ്പാട്, തത്വമസി വിളക്ക് സംഘം കാലടി. നടത്തിയിരിക്കുന്ന ഈ സംഘടന വേണ്ടപ്രകാരം പോലെ ലോകത്തേക്ക് കൊടുക്കാൻ സർവീസിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെല്ലാവരും പ്രതിഷ്ഠപ്പെട്ട് ലോകത്തേക്ക് കൊടുക്കാൻ സത്യമാണ്. അടുത്തതായി ഹരിദാസ് എംബ്രാന്തിരി, കാടമന, കാസർഗോഡ്. ഓം വന്ദേ ഗുരുണാം ചരണാരവിന്ദേ സന്ദർശിത സ്വാത്മസുഖാവബോധേ ജനസ്യ ഹേതാം
ലോലികായമാനി സംസാരഹാന ഫലമോഹശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. അപ്പോൾ ഗോപാലകൃഷ്ണൻ എല്ലാ അമ്പലത്തിലേക്കും നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നത് നല്ല കാര്യമാണ്. ഗോപാലകൃഷ്ണന് നന്ദി. പ്രത്യേകമായിട്ട് എന്താ പറഞ്ഞാൽ, ഇനിയിപ്പോൾ നമ്മൾക്ക് അയോധ്യയിൽ അമ്പലം തുടങ്ങുകയാണ് 22-ാം തീയതി. പറ്റുന്നതിൽ ഗോപാലകൃഷ്ണൻ എല്ലാവരെയും അയോധ്യയ്ക്ക് വിളിച്ചുകൊണ്ട് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവിടെ എന്താന്ന് പറഞ്ഞാൽ ശ്രീരാമൻ ബാലരൂപത്തിലാണ്. ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മണൻ, ഭരതൻ, ഹനുമാൻ സ്വാമി എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും അയോധ്യയ്ക്ക് നമ്മുടെ കർക്കടക മാസത്തിൽ പോകണം. പിന്നെ നിങ്ങൾ മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് വ്രതം എടുത്തിട്ട് അപ്പം മാത്രം ഭക്തി പോരാ. കർക്കടക മാസത്തിൽ ഭക്തി മാത്രം പോരാ. നമുക്ക് ഒരു 24 മണിക്കൂർ നമുക്ക് സമയമുണ്ട് ഒരു ദിവസത്തിൽ. അപ്പോൾ ഒരു അരമണിക്കൂർ നമ്മുടെ വീട്ടിലിരുന്നിട്ടായോ അമ്പലത്തിലിരുന്നാലോ നാമങ്ങൾ എന്തായാലും പറയണം. പിന്നെ പറ്റുന്നെങ്കിൽ 6 മണിയിൽ നിന്ന് 7 മണി വരെ TV ആരും വെക്കരുത്. TV വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്തി ഉണ്ടാവില്ല. ഒരാൾ വീട്ടിൽ വന്നാലും കൂടി വെള്ളം വേണമെന്ന് ചോദിക്കാൻ കൂടി നിങ്ങൾ ചെയ്യില്ല, സാധിക്കില്ല. ഞാൻ എത്രയോ വീട്ടിൽ ഭഗവതിലേക്ക് പോയപ്പോൾ തിരുമേനി 9 മണി കഴിഞ്ഞിട്ട് പോരെന്ന് ചോദിച്ചു. അപ്പം അത് ആരും ചെയ്യാൻ പാടില്ല. നമ്മൾ തീർത്ഥയാത്രയ്ക്ക് പോകണതല്ല, അടുത്തുള്ള അമ്പലത്തിൽ തീർത്ഥയാത്രയ്ക്ക് പോകണം. എല്ലാ അമ്പലത്തും പോകണം. നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് രാവിലെ ഒരു 5:30 പോയിട്ട് മേശാന്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു തൂക്കുപാത്രം കൊണ്ടായിട്ട് കുറച്ച് തീർത്ഥം കൊണ്ടുവരിക. തീർത്ഥം കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലൊക്കെ തളിച്ചിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും. അടുത്തുള്ള അമ്പലം നന്നായി കഴിഞ്ഞാൽ നിങ്ങളെ വീടും നാടും ഒക്കെ നന്നാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക. രാമായണം വായിച്ച് രാമായണം വായിക്കുക. പിന്നെ അടുത്തുള്ള സപ്താഹം, ഭാഗവത സപ്താഹം ഉണ്ടെങ്കിൽ അവിടെ എല്ലാവരും കൂടി പങ്കെടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഈ സ്വദേശേ പൂജ്യതേ രാജ വിദ്വാൻ സർവത്ര പൂജ്യതേ എന്ന് പറഞ്ഞാൽ രാജാവിനെ സ്വന്തം രാജ്യത്തിന് മാത്രമേ പൂജിക്കുള്ളൂ. വിദ്വാൻ പഠിച്ചവർ, ഇപ്പോൾ രാമായണമാവട്ടെ, മഹാഭാരതമാവട്ടെ, ഭാഗവതമാവട്ടെ, അല്ല നിങ്ങൾ ബാക്കിയുള്ള ഏത് വിദ്യയെങ്കിലും വിദ്യത്തിനെ ആരെങ്കിലും കൊണ്ടുപോകാൻ പറ്റില്ല. വിദ്യ അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി നല്ല വിദ്യ പഠിക്കുക, നല്ലതായിട്ട് പ്രവർത്തിക്കുക. ദേഷ്യം വരാതെ അമ്പലത്തിൽ പോയിട്ട് എല്ലാവരും അരമണിക്കൂർ അവിടെ ഉപയോഗിക്കുക. നമുക്ക് അരമണിക്കൂർ സാധിക്കില്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോവുക, ഒരു ഭഗവാനെ ശരിക്കും തുറന്നിട്ട് ഒരു 5 മിനിറ്റ് അവിടെ, ഈ തമിഴ്നാട്ടിലൊക്കെ പോയാൽ നിങ്ങൾ കാണും, അവിടെ ഇരിക്കണം. ഇപ്പോൾ ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഇരിക്കില്ലേ, പളനിയിൽ പോയി ഇരിക്കില്ലേ, ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കണം. സാഷ്ടാംഗ നമസ്കരിക്കണം. പുരുഷന്മാർ സാഷ്ടാംഗ നമസ്കരിക്കണം, സ്ത്രീകൾ സാഷ്ടാംഗ നമസ്കരിക്കാൻ പാടില്ല. അങ്ങനെ തീർത്ഥം കുടിക്കുക. എല്ലാവരും പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് തീർത്ഥം ഇങ്ങനെ കുടിക്കണം, അങ്ങനെ കുടിക്കരുത്. എപ്പോഴും തീർത്ഥം ഇങ്ങനെ കുടിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്നത് നമ്മൾ പിതൃക്കൾക്കാണ്. വിരലിൽ കൊടുക്കുന്നത് പിതൃക്കൾക്കാണ്. പിതൃക്കൾക്ക് കൊടുക്കാൻ പാടില്ല. തീർത്ഥം ഇങ്ങനെ കുടിക്കുക. ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ ആക്കി താഴ്ത്ത് പോകരുത്. അതല്ലാതെ നമ്മളിപ്പോൾ അവിടെ തൊഴുതുകൊണ്ട് വരുമ്പോൾ ബലിക്കല്ലുണ്ടാവും. ബലിക്കല്ല് സപ്പോസ് നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ആക്കി വെക്കരുത്. എപ്പോഴും ബലിക്കല്ല് തൊടാനുള്ള അധികാരമില്ല. നമ്മൾ ഭഗവാനോട് പറയുക, സംസ്ഥാപരാധം പുറകടി എന്ന് പറയുക. പിന്നെ അങ്ങനെ പറയുക. ബലിക്കല്ല് നമ്മൾ തൊടാൻ പാടില്ല. ബലിക്കറ്റ് ഓരോരു സ്ഥാനമുണ്ട്, ഞാൻ തിരിഞ്ഞിട്ടില്ല. അതല്ലാതെ ഞാൻ പൂജ കഴിക്കുന്നത് തൃപ്പാറൂരും കല്ലമുക്ക് അമ്പലത്തിൽ പൂജ കഴിക്കുന്നത്. അതിലൊരു പൂജ കഴിക്കില്ല. കല്ലമുക്ക് അമ്പലത്തിൽ 20-ാം തീയതി ചൊവ്വാ ഭഗവതിക്കും ഗണപതിക്കും അയ്യപ്പനും പിന്നെ ഗോളക സമർപ്പണമുണ്ട്. അതിന് നിങ്ങൾ എല്ലാവരും വന്നിട്ട് താലെടുക്കണം. കേരള ഡ്രസ്സ് കൊടുത്തിട്ടേ വരാൻ പാടുള്ളൂ. സാരിയോ സെറ്റ് സാരിയോ വേറെ ഡ്രസ്സ് എടുക്കാൻ പാടില്ല. എല്ലാവരും 20-ാം തീയതി, ഫെബ്രുവരി 20-ാം തീയതി എല്ലാവരും വന്നിട്ട് താലെടുക്കണം. കല്ലമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എടപ്പാളിൽ നിന്ന് അല്ലെങ്കിൽ വലിയ പാലം, വലിയ പെട്രോൾ പമ്പ്, വലിയ പാലത്തിൽ റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ 9:30 മണിക്ക് താലം തുടങ്ങും. 11 മണിക്ക് കൃഷ്ണനമ്പൂതിരി വന്നിട്ട് ഗോളക സമർപ്പണമുണ്ട്, നവക പഞ്ചമിയുണ്ട്, പൂമൂടലുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാം.
അപ്പോൾ അതിനും കൂടി ക്ഷണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി വരണം. പിന്നെ എല്ലാ അമ്പലത്തിലേക്കും, അടുത്തുള്ള അമ്പലത്തിലേക്ക് രാവിലെ ഒരു 10 മിനിറ്റായിട്ട് പോകണം. വൈകുന്നേരം വീട്ടിൽ ഇരുന്നിട്ട് എന്താ ലളിതാ സഹസ്രനാമമോ അല്ലെങ്കിൽ ഒന്നും അറിയില്ലെങ്കിൽ നാരായണായ എന്ന് പറയാം. രാവിലെ നമഃശിവായ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ നീണ്ടു പോകും, മനസ്സിന് നല്ല സുഖം കിട്ടും. നിങ്ങൾ വേണമെങ്കിൽ ഒരു 10 ദിവസം വീട്ടിൽ നിന്നിട്ട് നമഃശിവായ നാരായണ എന്ന് പറഞ്ഞു. വേറെ ഒന്നും പറയാനുണ്ട്. ചില ആൾക്കാർക്ക് അറിയില്ല. അറിയാത്ത ആൾക്കാർക്ക് ഓം നമഃശിവായ, ഓ നമോ നാരായണായ, ഓ നമോ ഭഗവതി വാസുദേവായ, അതൊക്കെ അറിയാമല്ലോ. അങ്ങനെ അത് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. വീട്ടിൽ ബുദ്ധിമുട്ട് വരില്ല, വീട്ടിൽ കലഹങ്ങൾ വരില്ല, വീട്ടിൽ ശാന്തി വരില്ല, വീട്ടിൽ ശാന്തി ഉണ്ടാവും, എല്ലാ സുഖ സൗഭാഗ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി അത് വേണ്ടമാതിരി ചെയ്യുക. പിന്നെ പരമാവധി ഗോപാലകൃഷ്ണന് സംഭവം കൊടുത്ത് തീർത്ഥയാത്രയ്ക്ക് പോവുക. പോയി വന്നിട്ട് പിന്നെ നിങ്ങളെ വീട്ടിൽ ടി വി ഒരു മണിക്കൂറായി നിങ്ങൾ വെക്കാൻ നാമം പറയുക. നാമം പറഞ്ഞാൽ നന്നാവും. നമോ ഭഗവതി വാസുദേവായ. അടുത്തതായി ഗോപാലൻ പേരശനോ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, വ്യക്തിത്വങ്ങളെ, അല്ല വിനീതമായ കൂട്ടുകാരെ, ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഈ തീർത്ഥയാത്ര ശ്രീപാദം തീർത്ഥയാത്രാ സംഘം എന്ന പേരുള്ള ഈ തീർത്ഥയാത്രാ സംഘം ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു വേദി, ഇങ്ങനെ ഒരു യാത്രാ സംഘം സംഘടിപ്പിച്ചതായി എൻ്റെ അറിവിലില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ എനിക്കും പറയാനുള്ളത് തന്നെ അനവധി യാത്രാ സംഘങ്ങൾ ഇന്ന് മലപ്പുറം ജില്ലയിലും കേരളത്തിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള യാത്രാ സംഘങ്ങൾ ഉണ്ട്. എന്നാൽ ഇതുപോലെ ഒരു 12ാം വർഷം ആചരിക്കുന്ന, ഒരു വ്യാഴവട്ടകാലം ആചരിക്കുന്ന ഒരു സംഘത്തിൻ്റെ ഉള്ളതായി ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ അവർ നയിക്കുന്ന ഈ തീർത്ഥയാത്ര, അതിൻ്റെ ജൈത്രയാത്ര ഇനിയും വാർഷികങ്ങൾ, 12ാം വാർഷികങ്ങൾ ആചരിക്കാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് ശ്രീ ഭഗവതിയുടെ നാമത്തിൽ ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി രാമചന്ദ്രൻ കല്ലൂർ. വേദിയിലിരിക്കുന്ന മഹൽ വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരിമാർക്കും അച്ഛനമ്മമാർക്കും നമസ്കാരം. ഞാൻ ഈ വളരെ വൈകിയ നേരത്തെ നിങ്ങളുടെയൊക്കെ വയറ്റിന്ന് കേൾക്കണ വരുന്ന ആ പുകച്ചിൽ മനസ്സിലാക്കിക്കൊണ്ട് എത്രയും ചുരുക്കി പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാത്തിനും മരണമുണ്ട്, പക്ഷെ മരിക്കാത്ത ഒന്നിവിടെ ബാക്കിയുണ്ട്. അതാണ് അറിവ്. സരസ്വതി സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അപ്പം ഈ അറിവ് സദാസമയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. പിന്നെ എൻ്റെ നാട്ടുകാരായ എൻ്റെ അയൽപ്പക്കക്കാരായ നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നുണ്ടായിരുന്നു. സമയത്തിൻ്റെ ആ ബുദ്ധിമുട്ട് കാരണം ഞാൻ ചുരുക്കിയിട്ട് പറയണേ. 12 വർഷമായി നമ്മുടെ ശ്രീപാദം സർവീസ് നടത്തൽ തുടങ്ങിയിട്ട് 12 വർഷമായി. ഈ 12 വർഷത്തിൽ സാക്ഷാൽ ഗോപാലകൃഷ്ണൻ എന്ത് നേടി? ഒരു ചുക്കും നേടിയില്ല. നേടാതിരിക്കാൻ കാരണം എന്താ? പേരിനനുസരിച്ചായിരുന്നു പ്രവൃത്തി. ഗോപാലകൃഷ്ണൻ വെറുതെ പേരിട്ടല്ല, ഗോപാലകൃഷ്ണനാണ്. അതുപോലെ പറയാം, നിങ്ങൾക്ക് എന്ത് കിട്ടി? ഗോപാലകൃഷ്ണൻ്റെ ഒപ്പം തീർത്ഥയാത്രയ്ക്ക് പോയ നിങ്ങൾക്ക് എന്ത് കിട്ടി? കിട്ടി, അത് നിങ്ങൾക്കാണ്. ആ വിഗ്രഹങ്ങളെ കണ്ട് നിങ്ങൾ
ആനന്ദം കൊണ്ടപ്പോൾ നിങ്ങൾക്ക് മോക്ഷം കിട്ടി. ഗോപാലകൃഷ്ണൻ ഇന്നും പഴയ ഗോപാലകൃഷ്ണനായിട്ട് 12-ാം വയസ്സിലേക്ക് കിടക്കേണ്ടത്. 12-ാം വയസ്സിലേക്ക് കിടക്കുന്ന ഗോപാലകൃഷ്ണനെ ഇത്രമാത്രം പോരാ, ഇതിനും കൂടുതൽ ആദരിക്കണം. കാരണം നമ്മളുടെ എവിടെ രാമേശ്വരം, ഞാൻ ഓരോന്നും വ്യക്തമായിട്ട് എടുത്ത് പറയല്ല, അതിന് സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി ഒന്ന് പറയാം. രാമേശ്വരത്ത് പോയി ഞാൻ വന്നു. രാമേശ്വരത്ത് എന്തിനാ പോയത്? സാക്ഷാൽ ഭഗവാനെ കാണാൻ പോയതാ. ഒന്നു നിങ്ങൾക്ക് മോക്ഷം കിട്ടി. ഗോപാലകൃഷ്ണൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്, ഇനിയും കൊണ്ടുപോകും. എവിടേക്ക്? സാക്ഷാൽ രാമന്റെ നാട്ടിലേക്ക്, അയോധ്യയിലേക്ക് പോരാ, മധുരയിലേക്ക്. സാക്ഷാൽ ശ്രീകൃഷ്ണൻ പെറ്റുമളർന്ന മധുരയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അതിന് ഉള്ള ശക്തിയും അതിനുള്ള അവസരങ്ങളും ഗോപാലകൃഷ്ണൻ ഉണ്ടാവട്ടെ എന്ന് ഞാനിവിടെ പ്രാർത്ഥിക്കുകയാണ്. കൂടാതെ ഈ രാമേശ്വരത്ത് സാക്ഷാൽ രാമേശ്വരൻ ആരാ മനസ്സിലാക്കണം. എന്നാൽ പ്രതിഷ്ഠിതമായ രാമേശ്വരൻ. എന്നാൽ ഇന്നലെ എൻ്റെ പേര് രാമേന്ദ്രൻ എന്നാണ്. അപ്പൊ എന്നാലല്ല പ്രതിഷ്ഠിതായിട്ടുള്ളത്, സാക്ഷാൽ ശ്രീരാമനാൽ പ്രതിഷ്ഠിതാണ്. രാമേശ്വരം പ്രതിഷ്ഠിച്ചിരിക്കണേ സാക്ഷാൽ ശ്രീരാമ ഭഗവാനാണ്. ഭഗവാനാൽ പ്രതിഷ്ഠിതമായ രാമേശ്വരത്താണ്. അത് കാണിച്ചു കൊടുക്കാണ്. പുഷ്പക വിമാനത്തിൽ പോകുമ്പോൾ അവിടെയാണ് പ്രതിഷ്ഠ നടത്തിയിട്ട് പോയത്. എവിടേക്ക്? ഈ ലങ്കേക്ക് കടക്കാനുള്ള ചിറ കെട്ടുമ്പോൾ അവിടെ പ്രതിഷ്ഠിച്ചതാണ് രാമേശ്വരനെ. അതാണ് സേതു അവിടെ കാണുന്നത്. ആ രാമേശ്വരൻ എന്നാൽ പ്രതിഷ്ഠിതമായത്. അപ്പോൾ സാക്ഷാൽ ശ്രീരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആ വരികളൊക്കെ നിങ്ങളൊന്ന് വായിക്കണത് നന്ന്. രാമായണത്തിലുണ്ട്. വെറുതെ രാമചന്ദ്രൻ ഇവിടെ കയറി നിന്നിട്ട് പറയുന്നതല്ല. അപ്പം എന്നാൽ പ്രതിഷ്ഠിതമായ ആ രാമേശ്വരനെ കാണാനാണ്. അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ സീതാദേവിയോട് കാണിച്ചു കൊടുക്കുകയാണ്, ഇതാണ് എന്നാൽ പ്രതിഷ്ഠിതമായ ആ രാമേശ്വരൻ. അതുകൊണ്ടാണ് ദമ്പതി പൂജകൾക്കൊക്കെ രാമേശ്വരന് വലിയ പ്രാധാന്യമുണ്ട്. സാക്ഷാൽ പരമേശ്വരൻ. അതിനെ പറ്റിയിട്ടൊന്നും പ്രതിപാദിക്കാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ടും അതിൻ്റെ ശക്തിനെ പറ്റിയിട്ട് പറയാനുള്ള സന്ദർഭം ഇല്ലാത്തതുകൊണ്ടും, അതായത് ചെറിയ കൂവലുകൾ വയറിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് കൊണ്ടും ഞാൻ ഗോപാലകൃഷ്ണനെ ഈ സ്ഥലങ്ങളൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും കാണിച്ചു തരാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ഗോപാലകൃഷ്ണനോട് 100%, അതായത് ഇതില്ലെങ്കിലും എല്ലാം പറയുന്ന മാതിരിയല്ല, എൻ്റെ അവസരം ഞാൻ കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു 10 മിനിറ്റ് കൂടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. 10 മിനിറ്റിനുള്ളിൽ നമ്മളെ പരിപാടികൾ അവസാനിപ്പിച്ച് താഴെ ഭക്ഷണമുണ്ട്, എല്ലാവരും അത് കഴിച്ചിട്ടേ പോകാവൂ. അടുത്തതായി കുഞ്ഞൻ ചിത്രംപുള്ളി തവനോ. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളും സഹോദരി സഹോദരന്മാർ, എന്ന ഒരു പ്രത്യേക ദിവസമായി തന്നെ നമുക്ക് കാണുന്നു. കാരണം 12 മണികളിൽ യാത്ര ചെയ്യുന്ന ഈ സംഘത്തിൽ ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു 2 കാര്യം ഇന്ന് പ്രാസംഗിക്കുന്നവർ അറിഞ്ഞ രൂപത്തിലും എന്തിനു വേണ്ടിയിട്ടാണ് യാത്ര എന്നുള്ള കാര്യം നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കണം. കാരണം ഇന്ന് ശാന്തി സമാധാനം എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇല്ലാത്തത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഭവനങ്ങളും ധനങ്ങളും
വളരെ സൗകര്യങ്ങളും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തന്നെ എവിടെയോ ഒരു കുറവ്, അത് സമാധാനത്തിൻ്റെ കുറവാണ്. അതിന് ഏറ്റവും നല്ല ഔഷധം, അമൃതം അല്ലെങ്കിൽ ധന്വന്തിരി ഈ യാത്രയാണ്. ഇപ്പോൾ പെൻഷനായി കഴിഞ്ഞാലും പെൻഷൻ യാത്രകളും, കുട്ടികൾ പഠിക്കുമ്പോൾ സ്കൂൾ യാത്രകളും, അതുപോലെ തന്നെ ഇതിലൊന്നും പെടാത്ത മനസ്സിന് കുളിർമ നൽകുന്ന അല്ലെങ്കിൽ ഭക്തിപരമായ യാത്ര, അത് തുറന്നു കാണിച്ച ഇനിയും ഈ ശ്രീപാദം സംഘം വളരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എന്നെ ആദരിച്ച സംഘത്തിനും വേദിയിലിരിക്കുന്ന എല്ലാവരോടും നന്ദി, നമസ്കാരം നിൽക്കുന്നു. അടുത്തതായി അർജുൻ കൊല്ലൂടി, ചെല്ലൂര്. എൻ്റെ പേര് അർജുൻ കൊല്ലോടി എന്നാണ്. പറക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഊരാളനാണ്. അപ്പോൾ ആദ്യം പരിചയപ്പെടുത്തിയ സമയത്തിന് അതാണ് പറഞ്ഞത്. ഞാനും ഗോപാലേട്ടനും തമ്മിൽ ഇന്നിപ്പോൾ ഈ കാണുന്ന ബന്ധമല്ല, ഒരുപാട് കാലമായിട്ട് ബന്ധമുണ്ട്. അത് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ ഈ അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത് അദ്ദേഹം ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം നമ്മളൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. കാശിയും അതുപോലെ കാമാഖ്യ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇടയ്ക്ക് യാത്ര ചെയ്യാറുണ്ട്. അപ്പം അതിനൊക്കെ നമുക്ക് ഒരുപാട് അറിവുകൾ, യാത്ര എപ്പോഴും നമുക്ക് അറിവ് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ആനന്ദം, മനസ്സിന് ആനന്ദം നൽകുന്നതാണ്. ഒരുപാട് വിഷമങ്ങളും മറ്റും നമുക്ക് മാറാനും ഒക്കെ യാത്രകൾ സഹായിക്കും. അപ്പോൾ അത്തരം ഒരു യാത്രകൾ അത് ഒരു പറ്റം ആളുകളാകുമ്പോൾ കൂടുമ്പോൾ ഇമ്പം കൂടുന്നതാണ് കുടുംബം എന്ന് പറയും. അതേപോലെ തന്നെ എല്ലാവരും ഒരു കുടുംബമായിട്ട് ഒരുമിച്ചൊരു യാത്ര ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം, അതിൽ നിന്ന് കിട്ടുന്ന അറിവ്, കാരണം പല ആളുകളും പല തരത്തിലുള്ള രീതിയിലാവും അവരെ അറിവുകളൊക്കെ. അപ്പോൾ ഈ അറിവുകളൊക്കെ നമ്മൾ പകർന്നു കൊടുത്ത് വിദ്യ കൊടുക്കുന്നതോറാണ് നമുക്ക് വളരുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അറിവുകൾ വളരും, നമുക്ക് ആനന്ദം കിട്ടും. അപ്പോൾ ഇത്തരം ഒരു ഉദ്യമം ചെയ്യുന്ന ഗോപാലേട്ടനും അതുപോലെ ഈ ശ്രീപാദം യാത്രാ സംഘത്തിനും ആശംസകൾ അറിയിക്കുകയാണ്. അധികം നീട്ടുന്നില്ല. നന്ദി, നമസ്തേ.